നാണമില്ലല്ലോ ഗൗരിയുടെ കല്യാണം നടത്താൻ വേണ്ടി തെണ്ടുന്നതില്. ഇതിലും ഭേദം കാർഡടിച്ചിറങ്ങുന്നതായിരുന്നു. പിച്ച തരുന്നത് പോലെ ആളുകള് സംഭാവന തന്നേനെ. അത് വെച്ച് നടത്താൻ പറ്റിയേനെ കല്യാണം. എന്ത് വേണോന്നേ ഞങ്ങള് തീരുമാനിച്ചോളാം. നിന്റെ ഒന്നും ഉപദേശം ആവശ്യമില്ല. എന്റെ പണം വേണം, ഉപദേശം വേണ്ട. നിനക്ക് എങ്ങനെയാടി പണം കിട്ടിയത്? എന്റെ അമ്മയെ പറ്റിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ കള്ള വിൽപത്രം ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഉണ്ടാക്കിയതൊന്നും എല്ലാ കാലവും അനുഭവിക്കാന്നൊന്നും നീ വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. അന്ന് നീ കണക്ക് പറയേണ്ടി വരും. അതൊക്കെ നിന്റെ വെറും തോന്നല. എന്നെ കണക്ക് പറയിപ്പിക്കാൻ മാത്രം നിനക്കോ നിന്റെ ഭർത്താവിനോ ശക്തിയില്ല. പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കുന്നവളായി വേദ. ഇനിയും അത് മനസ്സിലായില്ലെങ്കിൽ കഷ്ടമൊന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മതിയടി നാവിട്ടലച്ചത്. നിനക്ക് കഴിയുമെങ്കിലേ പോയി ഗൗരിയുടെ കല്യാണം നടത്ത്. നീ വഞ്ചിച്ചുണ്ടാക്കിയ സ്വത്തിന്ന് 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ആ കല്യാണം നടക്കണം. നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് സൗകര്യമില്ല നടത്താൻ. കണ്ടവന്റെ പേഴ്സിലെ കാശ് കണ്ട് ഓരോന്നിന് ഇറങ്ങി പുറപ്പെടാൻ നിന്നാ ഇതാണ് ഗതി. നാണം കെടും. കണ്ടവന്റെ കാശോ? എന്റെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാ ഈ കാണുന്നത് മുഴുവൻ. അതെങ്ങനെയാടി കണ്ടവന്റെ കാശാകുന്നത്? ആരെന്ത് നീരാക്കി ഉണ്ടാക്കിയാലും ഇതിന്റെയൊക്കെ അവകാശം ഇപ്പൊ എനിക്കാണല്ലോ. ഞാൻ സഹായിച്ചില്ലെങ്കിൽ കല്യാണം മുടങ്ങും, ഇല്ലേ? ഇക്കാര്യത്തിൽ നീ വാശി കാണിക്കരുത്. നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുന്ന പ്രശ്നോ? ഈ കുടുംബത്തിന്റെ മാനം പോയാ എനിക്കെന്താ പ്രശ്നം? നശിച്ച് നാണം കെട്ട് അടിക്കല്ല് വരെ ഇളകി ഈ വീട് നിലംപൊത്തുന്നത് കാണാനാ എനിക്കിഷ്ടം. അതിനാ ഞാൻ ഈ വീടിന്റെ പടി കയറി വന്നത്. എന്റെ കഷ്ടകാലത്തിന് ആദ്യമൊന്നും അത് നടന്നില്ല. ഇപ്പൊ എല്ലാം എന്റെ നിയന്ത്രണത്തിലാ. ഇവിടെ താമസിക്കുന്ന നിങ്ങളടക്കം എല്ലാം. എന്റെ കാരുണ്യത്തിൽ കഴിയുമ്പോ എന്നെ ഭരിക്കാൻ വരരുത്. വന്നാ ആ കൈ ഞാൻ വെട്ടും. എന്നാ വെട്ടടി. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്യ. സ്വാതി വേണ്ട. ഭരിക്കലും ആജ്ഞാപിക്കലും ഒക്കെ നിന്റെ കുടുംബത്തിലും മതി. ഇവിടെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാ വികലാംഗയായിട്ട് നീ തിരിച്ചു പോവും. മനസ്സിലായോടി? വേദനിപ്പിക്കണ്ടായിരുന്നു. അവക്ക് നൊന്തിട്ടൊന്നുമില്ല. ഇതൊക്കെ വെറും അടവല്ലേ? എന്തു പറ്റി? എന്തു പറ്റിയെന്ന്? അവർക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനിങ്ങനെ വേദനിപ്പിക്കണോ? എന്താ ഉണ്ടായെന്ന് പറ. സ്വത്ത് മുഴുവൻ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവള് പറയുക എന്റെ ഔദാര്യമൊന്നും അവൾക്ക് ആവശ്യമില്ലെന്ന്. അതാണെങ്കിൽ സഹിക്കായിരുന്നു. എന്നെ പറഞ്ഞ ചീത്ത ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പറയുക മാത്രമല്ല എന്റെ കൈ പിടിച്ച് തിരിച്ചു. അതൊക്കെ കണ്ട് രസിച്ച് നിൽക്കുക അന്നീല്. ഏടത്തി അങ്ങനെ പെരുമാറിയോ? എടുത്തിയോ? അവളോ? ഇനി അവളെ അങ്ങനെ വിളിക്കരുത്. ആ വിളിക്ക് അർഹയാവാനുള്ള യാതൊരു യോഗ്യത അവൾക്കില്ല. എടുത്തിയാണത്രേ. ആ ബോധം അല്പമെങ്കിലും അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ നോവിക്കില്ലായിരുന്നു. എന്നിട്ട് കൈക്ക് വല്ലതും പറ്റിയോ? കൈക്കല്ല പറ്റിയത്, മനസ്സിനാ. കൈയുടെ വേദന മരുന്ന് കഴിച്ചാ മാറും. മനസ്സിന്റെ വേദനയോ? എനിക്കിനി ഈ വീട്ടിൽ താമസിക്കണമെന്ന് ഒരാഗ്രഹമില്ല. മലിഞ്ഞുകയറി വന്നവളൊന്നും അല്ല ഞാൻ. ചോദിക്കാനും പറയാനും എനിക്ക് ആളുണ്ട്. സാരമില്ല, പോട്ടെ. അത് ശരി. അപ്പൊ എനിക്കുണ്ടായ അപമാനം ഞാൻ സഹിക്കണമെന്നാണോ? ഗിരി എന്റെ ഭർത്താവല്ലേ? സ്വന്തം ഭാര്യയുടെ അഭിമാനം കാത്തുരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ജോലിയല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അത് ഞാൻ തന്നെ പറഞ്ഞു തരണം. എന്നെ സഹായിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ. എന്റെ വിധി. എനിക്കിനി ജീവിക്കണ്ട. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഒരു വീടാവുമ്പോ പലതും ഉണ്ടാവും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സഹിക്കണം നമ്മള്. ഞാൻ എന്തിനു സഹിക്കണം? എനിക്കിനി ജീവിക്കണ്ട. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഒരു വീടാവുമ്പോ പലതും ഉണ്ടാവും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സഹിക്കണം നമ്മള്. ഞാൻ എന്തിനു സഹിക്കണം? ഇതെന്റെ വീടാ. ഈ വീട്ടില് മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ എന്നെ ഭരിക്കാൻ അവരാരാ? 4 നേരവും വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അതുപോലെ എന്റെ കാശ് കൊണ്ടുണ്ടായതാണെന്ന് അവരോർക്കണം. പതുക്കെ പറ, അവര് കേൾക്കും. കേൾക്കട്ടെ, എനിക്കിനി ഒന്നും നോക്കാനില്ല. ഈ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോണോന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ താമസിക്കുമ്പോ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഒറ്റ ഒരുത്തിയുടെയും സഹായം കൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനി ആരുടെയും സഹായം എനിക്ക് വേണ്ട. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? മതി പറഞ്ഞത്. വെറുതെ എന്തിനാ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങളിത് പറയും, കാരണം നിങ്ങൾക്ക് നീലിനെ പേടിയാ. ഏട്ടത്തിന്ന് വിളിച്ച് നിങ്ങൾ ബഹുമാനിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങളെ പരമ പുച്ഛവാ. നാണമില്ലല്ലോ ഭാര്യ അപമാനിച്ചവരോട് ക്ഷമിക്കാൻ പറയാൻ. എനിക്കുണ്ടായ അപമാനം നിങ്ങൾക്കാണ് ഉണ്ടായതെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. എന്റെ ധൈര്യം പോലെ നിങ്ങൾക്കില്ലാതെ പോയല്ലോ. അവരോട് സംസാരിക്കാൻ പേടിയൊന്നും വേണ്ട. ഈ സ്വത്ത് മുഴുവൻ നമ്മുടെതാ. അത് വേണ്ടെന്ന് പറയാനാ ഞാൻ പോയത്. അപ്പോഴാ എന്നെ ആട്ടിയത്. ഇനി ഞാൻ കൊടുക്കും, കാത്തിരുന്നാ മതി. നിങ്ങൾ പോയി ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അവരറിയണം എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എങ്കിലേ എനിക്ക് ഈ വീട്ടിലൊരു വിലയുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറയണം, അല്ലാതെ അവളോടല്ല മെക്കിട്ട് കയറേണ്ടത്. മനസ്സിലായില്ല? മനസ്സിലാവില്ല. കുറച്ച് നാളായി ഞാനിതെല്ലാം കാണാൻ തുടങ്ങിയിട്ട്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും തിമിരം ബാധിച്ചിരിക്കുക. കാണേണ്ടതല്ല കാണുന്നത്. തിമിരം ബാധിച്ച കൂട്ടത്തില് വേദയും പെടുവോ? നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നേ? അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? സ്വത്തിന്റെ കാര്യമാണെങ്കിൽ അമ്മ എഴുതി കൊടുത്ത സ്വത്തില് ഒരു ചില്ലി കാശ് പോലും വേദയ്ക്ക് വേണ്ട. എന്ന് അവള് പറഞ്ഞോ? പറഞ്ഞോ പറഞ്ഞില്ലേ, അതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഏതാ? എടാ, നിനക്ക് അവളെ വിശ്വാസമാണെങ്കിൽ നീ വിശ്വസിച്ചോ. പക്ഷേ ഞങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. ഗിരിയുടെ മുമ്പിൽ പെരുമാറുന്ന വേദയല്ല ഞങ്ങളുടെ മുമ്പിൽ പെരുമാറുന്നത്. പഴയ തന്ത്രം അവള് വീണ്ടും പുറത്തെടുത്തിരിക്കുക. നുണ പറഞ്ഞ് പരസ്പരം തെറ്റിക്കുക. പണ്ട് അവളുടെ ചതിയിൽ നീ വീഴില്ലായിരുന്നു, ഇപ്പൊ വീഴാൻ തുടങ്ങി. അതാ ഞങ്ങൾ പറയുന്നൊന്നും നിനക്കിപ്പോ വിശ്വാസമാവാത്തത്. വേദയെ എനിക്കറിയാം. അവള് കുഴപ്പക്കാരിയായിരുന്നു, അത് പണ്ട്. ഇപ്പൊ ആ സ്വഭാവമൊക്കെ അവള് മാറ്റി. ഇപ്പൊ ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ. എങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കടാ നിന്റെ ഭാര്യയെ കൊണ്ട് ഗൗരിയുടെ കല്യാണം നടത്തി തരാമെന്ന്. നീ ഇപ്പൊ ശരിക്കും ഒരു പെൺകോന്തനായി മാറി, ഭാര്യയുടെ അടിമ. അതാ നിനക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തത്. ഓ, ഈ പറയുന്ന ആളൊരു മഹാൻ. വേദയെക്കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? നീ ഒരാൾ കാരണമല്ലേ അവളുടെ ജീവിതം ഇങ്ങനെ ആയത്. നിനക്ക് നട്ടലുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോ നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചേനെ. അതിന്റെ ഇടയിൽ ജാതകവും ജ്യോത്സ്യവും എന്നെ കുറ്റപ്പെടുത്തുമ്പോ സ്വന്തം മുഖം കൂടി കണ്ണാടിയിൽ നോക്കണമായിരുന്നു. അതേടാ, എന്റെ മുഖത്ത് കറയുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ വരാതിരിക്കാനാ ഈ പറയുന്നത്. ഏട്ടാ വേണ്ട. നീ മിണ്ടാതിരിക്കും. കുറെ ദിവസമായിട്ട് സഹിക്കുന്നു. ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നാ എല്ലാരും കൂടെ നമ്മളെ ഇവിടുന്ന് പുറത്താക്കും. എടാ വേണ്ട, താലി കിട്ടിയോണ്ട് മാത്രം ഒരുത്തരും ഭർത്താവില്ല. സ്വന്തം ഭാര്യ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഭർത്താവിന് പറ്റണം. നിനക്കതിനുള്ള കഴിവുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ല. അതുകൊണ്ട് ആദ്യം ആ കഴിവ് വീണ്ടെടുക്ക്, എന്നിട്ട് വാ സംസാരിക്കാൻ. എനിക്ക് അവരോട് ഒന്നും സംസാരിക്കാനില്ല. എനിക്ക് മനസ്സിലായി ഈ അസുഖത്തിന്റെ കാരണം എന്താണെന്ന്. അസുഖോ? അതെ, അസുഖം. സ്വത്ത് വേദയുടെ പേരിൽ എഴുതി കൊടുത്തു എന്ന് അറിഞ്ഞത് മുതൽ കാണുന്നതാ ഞാൻ. വല്യമ്മ അങ്ങനെ ചെയ്തതില് വേദ എന്തു പിഴച്ചു? വല്യമ്മയെ നിലത്ത് നിർത്താതെ കൊണ്ടു നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്താ അവരുടെ പേരിലൊന്നും എഴുതി വെക്കാതിരുന്നത്? വല്യമ്മയ്ക്ക് അറിയായിരുന്നു ഇത്രയും വലിയ സ്വത്ത് കൈകാര്യം ചെയ്യാൻ വേദയ്ക്ക് കഴിയുമെന്ന്. ഞങ്ങൾക്ക് സ്വത്തൊന്നും വേണ്ട, അർഹതയില്ലാത്ത ഒരു രൂപ പോലും വേണ്ട. അതിനല്ല ഞങ്ങൾ വഴക്കിടുന്നത്. ഗൗരിയുടെ കല്യാണം നടക്കാനാ. അതെങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം.
ആരുടെ ഉപദേശം ഒന്നും വേണ്ട, ആരും ഇതിൽ ഇടപെടേം വേണ്ട. അവളെ എന്റെ കൂടപ്പിറപ്പാ. ആ കല്യാണം ഞാൻ നടത്തിക്കോളാം. അവനെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത് മുഴുവൻ തെറ്റായിരുന്നു സ്വാതി. ഇങ്ങനെ ഒരാളല്ല എന്റെ ഗിരി. ഇത് വേറെ ആരോ ആണ്. എനിക്ക് പോലും പരിചയമില്ലാത്ത ആരോ. ഇപ്പോ പരസ്പരം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. ഇനി വഴക്കാവും. അതിനടുത്ത സ്റ്റേജ് കയ്യാങ്കളിയാവും. അത് കണ്ടു നിൽക്കാൻ എനിക്കേതായാലും വയ്യ. അതുകൊണ്ട് ഞാനൊരു വഴി പറയാം, നിങ്ങളതനുസരിക്കണം. പ്രശ്നങ്ങള് ഇത്രത്തോളം വഷളായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. ഇനി ഇവിടെ നിന്നാ അരുതാത്തത് പലതും സംഭവിക്കും. അങ്ങനെ സംഭവിച്ച പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊക്കെ തമ്മിൽ പരസ്പരം അകന്നു പോവും. എന്റെ കണ്ണടയുന്നവരെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറാം. ഇത്രയും സൗകര്യങ്ങളിൽ കഴിഞ്ഞ അച്ഛൻ ഒരു ചെറിയ വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വരാൻ പോകുന്ന ആപത്തുകൾ മുൻകൂട്ടി കാണാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ. നമ്മളെ അവരിറക്കി വിടുന്ന എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഇറക്കി വിടുമ്പോൾ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ പോകുന്നത്? ചെറിയ വീടാന്നൊന്നും നീ വിചാരിക്കണ്ട. ഒരൊറ്റമുറി വീട്ടിൽ നിന്നാ ഈ കണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. മുകളിലേക്ക് കയറാൻ വച്ചിരിക്കുന്ന ഗോവണി താഴേക്ക് ഇറങ്ങാൻ കൂടിയുള്ളതാ. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞ പിന്നെ വീടിന്റെ വലുപ്പമൊന്നും നമ്മളെ ബാധിക്കില്ല. എന്നാലും നാട്ടുകാരറിയുമ്പോ അത് അച്ഛനെ തന്നെയല്ലേ നാണക്കേട്. ഒരായുഷ്കാലം കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവൻ അനിയന്റെ മകൻ എടുത്തു എന്ന ദുഷ്പേര് അച്ഛനെ കേൾക്കേണ്ടി വരും. അത് അച്ഛന് സഹിക്കാൻ പറ്റില്ല. ആ കഥയൊക്കെ ഇവിടെ താമസിച്ചാലും നാട്ടുകാരറിയും. ഇപ്പൊ തന്നെ രാജീവിന്റെ വീട്ടുകാരെ അറിഞ്ഞില്ലേ? അതുപോലെ പലരും അറിയും. നാണക്കേട് ഓർത്തിട്ടൊന്നും കാര്യമില്ല. ഇതിലും വലിയ അപമാനം ഇനി വരാൻ പോകുന്നത്. വലിയ വേദനകൾ സഹിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ചെറിയ വേദനകൾ സഹിക്കുന്നത്? അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ നമുക്ക് പോവാം. എനിക്കെന്റെ അച്ഛന്റെ സന്തോഷം വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? സന്തോഷമൊന്നും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. മാലതി പോയതോടെ എല്ലാം അവസാനിച്ചു. അവളായിരുന്നു എന്റെ ലോകം. ഇതൊരു സത്രം മാത്രമല്ലേ. കുറെ പേര് വരുന്നു, കുറെ ദിവസം താമസിക്കുന്നു, പിന്നെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചും പോകുന്നു. മാലതി പോയി. ഇനി അടുത്ത ഉഴ എന്റെയാ. അതിനു മുമ്പ് വലിയ സങ്കടങ്ങൾക്കൊന്നും സാക്ഷിയാവരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒന്നും താങ്ങാനുള്ള കരുത്ത് പഴയ പോലെ എനിക്കില്ലടാ. ശരി അച്ഛ, നമുക്ക് പോവാം. ഞാൻ ഉടനെ ഒരു വീട് കണ്ടെത്താം. മോളൊന്നും ഇതുവരെ പറഞ്ഞില്ല. എന്താ നിന്റെ അഭിപ്രായം? ഇവിടുന്ന് മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അച്ഛാ. നമ്മൾ എന്തിനിവിടുന്ന് മാറണം? കണ്ടില്ലേ ഇന്നുണ്ടായ വഴക്ക്? അതുപോലെ ഇനിയും ഉണ്ടാവും. അത് ഒഴിവാക്കണ്ടേ നമുക്ക്? ഒഴിവാക്കണം. അതിനുള്ള വഴി ഒളിച്ചോട്ടമാണോ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ പറഞ്ഞതല്ല ശരിയായ വഴി. പ്രശ്നം പരിഹരിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഒഴിഞ്ഞു മാറുകയല്ലല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. മാറലല്ലാത്തൊരു വഴിയുണ്ടോന്ന് നമുക്ക് നോക്കാം. ശ്രമിക്ക്. എനിക്ക് വഴക്കൊന്നും കാണാൻ വയ്യ മോളെ. അത്രേ ഉള്ളൂ നിർബന്ധം.
എന്നോട് ദേഷ്യമുണ്ടോ ഏട്ടന്? എന്തിന്? അച്ഛനോട് അങ്ങനെ എതിർത്ത് പറഞ്ഞതിന്? ദേഷ്യമല്ല, ഒരുതരം സഹതാപം. നിന്റെ ആത്മാർത്ഥത എനിക്കിഷ്ടമാണ്. ഈ വീട്ടിൽ ആരും വേദനിക്കുന്നത് കാണുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കാശിന്റെ കളിയാ സ്വാതി. കാശ് വന്ന് കയറിപ്പോ മനസ്സ് മാറിപ്പോയ ചിലരുടെ പ്രവൃത്തി ദോഷത്തിന്റെ കളി. നീ രാജീവിന്റെ വീട്ടിൽ ചെന്നു, കല്യാണം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ വേദ അതിന് തയ്യാറല്ലല്ലോ. വേദയെ വിശ്വസിക്കുന്ന ഗിരിയും അതിന് തയ്യാറാവില്ല. നമ്മൾ നിസ്സഹായരാണ് സ്വാതി. നമ്മുടെ കൂടെ ആരുമില്ല. അവരാരും തയ്യാറാവണ്ട. കല്യാണം നിശ്ചയിച്ചത് അച്ഛനല്ലേ? അച്ഛൻ തന്നെ അത് നടത്തും. നീ പിന്നെ അത് തന്നെ പറയല്ലേ? കാശില്ലാത്തതുകൊണ്ടാണല്ലോ അച്ഛനെ നടത്താൻ പറ്റാത്തത്. കാശുണ്ടായാലോ? എങ്ങനെ? അതിന് ലോട്ടറി അടിക്കണം. നമുക്കാർക്കും ഈ വീട്ടിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റാതായത് എങ്ങനെയാ? അമ്മ എഴുതി വെച്ച വിൽപത്രം കാരണമല്ലേ? ആ വിൽപത്രം സത്യമാണെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് നുണയാണ്, പച്ചക്കള്ളം. എങ്കിൽ എന്തുകൊണ്ടത് തെളിയിച്ചൂടാ? അമ്മ അങ്ങനെ ഒരു വിൽപത്രം എഴുതിയിട്ടില്ലെന്നും പറഞ്ഞ് ഒരു പരാതി കൊടുക്കണം. ഈ നാട്ടില് പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. സത്യം പുറത്തു വരാതിരിക്കില്ല. നമ്മൾ എന്തിനാ ഏട്ടാ തോറ്റു കൊടുക്കുന്നത്? ഈ വിൽപത്രവും അമ്മയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ട്. അത് തെളിയിക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെടില്ലേ? എങ്കിൽ എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്യും. കാശ് കിട്ടിയപ്പോ വേദിക്കൊരു കൊമ്പ് മുളച്ചിട്ടുണ്ട്. അത് അതോടെ ഒടിഞ്ഞു പോയിക്കോളും. നീ പറഞ്ഞത് അത് ഞാനും ആലോചിച്ച കാര്യം തന്നെയാ. അതിനിടയ്ക്ക് കല്യാണം കയറി വന്നുകൊണ്ടാ ഒന്നും തുടങ്ങി വെക്കാതിരുന്നത്. ഇപ്പൊ കല്യാണം നടക്കണമെങ്കിൽ കാശ് വേണം. കാശ് വേണമെങ്കിൽ അമ്മ വിൽപ്പത്രം എഴുതി വെച്ചിട്ടില്ലാന്ന് തെളിയിക്കണം. നമുക്ക് നോക്കാം സ്വാതി. ഇനി ആ ഒരു വഴി മാത്രമേ മുമ്പിലുള്ളൂ. പക്ഷെ അപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കൂ? ചിലപ്പോ നമ്മുടെ ഭാഗം തെളിയിക്കാൻ പറ്റിയില്ലെന്ന് വരും. വേദ ഇപ്പൊ ശക്തിയാ. അവൾക്ക് അവളുടെ വീട്ടുകാരുടെയും ഭർത്താവിന്റെയും പിന്തുണയുണ്ട്. കാശും സ്വാധീനവും അവക്കൊപ്പോ. പക്ഷെ നമ്മുടെ കൂടെ മരിച്ചുപോയ നമ്മുടെ അമ്മയുടെ ആത്മാവില്ലേ ഏട്ടാ? അച്ഛന്റെ വേദനകളില്ലേ? നമ്മൾ നന്നായിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനകളില്ലേ? ഇതൊക്കെ പോരെ നമുക്ക് സത്യം തെളിയിക്കാൻ? എനിക്കറിയില്ല സ്വാതി. മുമ്പായിരുന്നെങ്കിൽ മതിയെന്ന് പറയാൻ ഒരു മടി ഞാൻ കാണിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോ അമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന തന്ന ഡോക്ടർ പോലും പിന്നീടത് മാറ്റി പറഞ്ഞില്ലേ? വേദയാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് നിന്നോട് പറഞ്ഞ കള്ളനും മാറ്റി പറഞ്ഞു. അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഗിരിയും ഇപ്പൊ വേദ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. കാലം നമുക്ക് അനുകൂലമല്ല. എങ്കിലും ഞാൻ ശ്രമിക്കും. നിനക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി. പിന്നെ തൻ്റെതല്ലാത്ത കാരണം കൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി. ഞാൻ കൂടെയുണ്ടേട്ടാ. നമ്മൾ ഈ പോരാട്ടത്തിൽ ജയിച്ചിരിക്കും. സത്യം പുറത്തു വരും. വരണം. വന്നേ പറ്റൂ. അപ്പോ വില്ലാണ് പ്രശ്നം. മരിച്ചുപോയ മാലതി ഇങ്ങനെ ഒരു വില്ലെഴുതാൻ യാതൊരു സാധ്യതയുമില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, അമ്മയുടെ മോനാ ഞാൻ. എനിക്ക് ആ വില്ലില് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. വില്ലെഴുതി വെക്കുന്ന ആളിന്റെ അന്നേരത്തെ മാനസികാവസ്ഥ, എഴുതി വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള അടുപ്പം, അങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ച ഒരു വില്ല് നിലനിൽക്കുന്നത്. കേട്ടിട്ടില്ലേ? മക്കൾക്കൊന്നും എഴുതി വെക്കാതെ സ്വത്ത് മുഴുവൻ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ദാനം ചെയ്യുന്നവരെ പറ്റി. അതിന് ഏട്ടനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സർ. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ഏട്ടൻ. ഈ ഗിരി എന്ന് പറയുന്നത്
വില്ലെഴുതിയ മാലതിയുടെ ഭർത്താവിന്റെ സഹോദരന്റെ മകനാണല്ലേ? അതെ. ഈ സ്വത്ത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ നിങ്ങളായിട്ടുണ്ടാക്കിയതാണോ? എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്നുവെച്ചാ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നർത്ഥം. മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. ഗിരിയെ അന്യനായിട്ടൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവന് കൊടുക്കേണ്ടത് കൊടുക്കാം. ആദ്യം സ്വത്ത് നമ്മുടെ പേരിലേക്ക് വരട്ടെ, എന്നിട്ടല്ലേ കൊടുക്കലും കൊടുക്കാതിരിക്കലും. കേട്ടോ മിസ്റ്റർ നീൽ മഹേഷ്, വില്ല് നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം സിവിൽ കോടതിയിൽ. അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്താൽ ഇപ്പൊ ആരുടെ കയ്യിലാണോ സ്വത്തിരിക്കുന്നത് അവർക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരും, സ്റ്റേ വരും. സ്വാഭാവികമായിട്ടും ആ കക്ഷി നമ്മുടെ കേസിനെ എതിർത്തുകൊണ്ട് കോടതി വരും. അപ്പോ കോടതി രണ്ടുപേരുടെയും തർക്കങ്ങൾ കേൾക്കും, എന്നിട്ടൊരു തീരുമാനത്തിലെത്തും. കേസിന്റെ ജയസാധ്യത എങ്ങനെയായിരിക്കും സർ? അതെനിക്ക് പറയാൻ പറ്റില്ല. മാലതി എഴുതിയതല്ല വില്ലെങ്കിൽ അതിലിട്ടിരിക്കുന്ന ഒപ്പ് മാലതിയുടേതായിരിക്കില്ല. അത് തെളിയിക്കലാണ് പ്രധാനം. ഒപ്പം വിൽപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികളെ പൊളിക്കലും. വിൽപത്ര കേസില് ഏറ്റവും നിർണായകമായി മാറാറുള്ളത് എല്ലായ്പ്പോഴും സാക്ഷികളുടെ മൊഴികളാണ്.